ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇന്നോവ ഹൈക്രോസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഇന്നോവ ഹൈക്രോസിന്റെ മുൻഭാഗം എന്ന് പറയുന്നത്. ഒരു വലിയ ഗ്രില്ലുകൾ, അതുപോലെ തന്നെ അതിന്റെ നടുവിലായിട്ട് തന്നെ ഒരു വലിയ ഒരു ടൊയോട്ടയുടെ ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുന്നിൽ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ DRL എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ ഒരു വലിയ ഒരു ബോണറ്റ് നമുക്ക് കാണാവുന്ന, അതുപോലെ തന്നെ ഒരു വലിയൊരു ഗ്ലാസ് ഏരിയയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. നമുക്ക് ഇതാണ് ഇതിൻ്റെ മുൻഭാഗത്ത് വരുന്ന ഒരു ഡിസൈൻ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് താഴത്ത് എയർ ഡാം വരുന്നുണ്ട്. എയർ ഡാമിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈക്രോസിൻ്റെ സൈഡ് പ്രൊഫൈൽ ഇതാണ് വരുന്നത്. ഇന്നോവ ഹൈക്രോസിൻ്റെ സൈഡ് പ്രൊഫൈൽ ഇതാണ് വരുന്നത്. ഏകദേശം 4755 mm ആണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഒരു വലിയൊരു ഗ്ലാസ് ഏരിയ ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. പിന്നെ നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു ടെയിൽ ലാമ്പ് നമ്മുടെ ഒരു ബോഡി പാർട്ടിലേക്ക് ഇറങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ടയർ സൈസ് നോക്കുവാണെങ്കിൽ 215 R17 എന്ന് പറയുന്ന ഒരു ടയർ പ്രൊഫൈലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീല് വരുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ OHEV എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 360 വ്യൂ ക്യാമറ വരുന്നുണ്ട്. പിൻഭാഗത്തൊരു ഡിസൈനാണ് ഇത് വരുന്നത്. നമുക്കൊരു വലിയൊരു ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. നമുക്ക് പിന്നിൽ വൈപ്പർ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് മൗണ്ടഡ് ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കൂടി കൊടുത്തിട്ടുണ്ട്. അതൊരു വാഹനത്തിൻ്റെ ഭംഗി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നിൽ നമുക്ക് ഷാർഫിൻ ആൻ്റനിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ടെയിൽ ഗേറ്റിൽ ബൂട്ടിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റുകളാണ് വരുന്നിരിക്കുന്നത്. ടെയിൽ ഗേറ്റിലായിട്ട് തന്നെ ടൊയോട്ടയുടെ ലോഗോ വരുന്നുണ്ട്. ഇവിടെ ഇതൊരു VX വേരിയൻ്റ് ആണ്. ഇവിടെ OHEV എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു പിൻഭാഗത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബൂട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് എന്താ പറയുക, വെഹിക്കിൾ അൺലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യം വേണ്ട ഒരു സ്പേസ് മാത്രമേ പിൻഭാഗത്തേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പിന്നിലും നമുക്ക് സീറ്റുകൾ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഇന്നോവ ഹൈക്രോസിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. നമ്മൾ ഉൾഭാഗത്തേക്ക് കയറുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഫാബ്രിക് സീറ്റുകളാണ് മുൻഭാഗത്ത് വരുന്നത്. നല്ല തൈ സപ്പോർട്ടുള്ളത്, നല്ല കുഷ്യനുമായിട്ടുള്ള ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഡോർ പാഡുകളിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ്, ലോക്ക് അൺലോക്ക്, അതുപോലെ തന്നെ മിററിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വരുന്നത്. ബ്രൗൺ കളറിലെ ഒരു പ്ലാസ്റ്റിക് പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു സിൽവർ ഗാർണിഷ് ഒക്കെ നമുക്ക് കാണാം. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് എല്ലാം കൊടുത്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡ്രൈവർ സൈഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റാർ സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ റെഡി. അപ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പാർക്കിംഗ് മോഡിലാണ്. നമ്മൾ വണ്ടി റെഡി ആയതുകൊണ്ട് നമുക്ക് ഇതിന് ഡ്രൈവ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നത്. ഈ ബട്ടൺസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും മറ്റും നമുക്ക് കഴിയുന്നതാണ്. ഇതാണ് ഡാഷ്ബോർഡ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ബ്രൗൺ കളറിൽ ഒരു ലെതറേറ്റ് പാർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായി തന്നെയാണ് ഇതിൻ്റെ ഒരു നമുക്ക് ഉൾഭാഗം അല്ലെങ്കിൽ ഡാഷ്ബോർഡ് ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ടൊയോട്ട ഹൈക്രോസിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം ഒരു ഡ്രൈവറിന് വേണ്ട എല്ലാ ഫങ്ഷൻസും ഇതിൽ തന്നെയുണ്ട്. അതുപോലെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽസാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് കപ്പ് ഹോൾഡേഴ്സും മറ്റും വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ചെറിയ സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലോ ബോക്സും നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ആംറെസ്റ്റ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും അതിൻ്റെ ഉൾഭാഗത്തായിട്ടുണ്ട്. പിൻഭാഗത്തെ ഡോറുകളിൽ നമുക്ക് എന്താ പറയുക, ഒരു ലെതർ ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പവർ വിൻഡോസിന്റെ സ്വിച്ചസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു സിൽവർ ഗാർണിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് പിൻഭാഗത്തെ സീറ്റുകളിൽ ഇരിക്കുവാണെങ്കിലും നല്ല തൈ സപ്പോർട്ടും നല്ല ലെഗ് സ്പേസും ഉണ്ട്. എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ അനുസരിച്ചാണ് ഞാൻ മുൻഭാഗത്തെ സീറ്റ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സ്പേസ്, നമുക്ക് ലെഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നിലായിട്ട് നമുക്ക് തന്നെ ഇത് ഓട്ടോ AC ഒരു ഫാനിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു USB ചാർജിങ് പോർട്ടെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂഫിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൺറൂഫ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വലിയൊരു സൺറൂഫ് തന്നെയുണ്ട് ഈ ഒരു വാഹനത്തിന്. ഇപ്പം നല്ല മഴയാണ് പുറത്ത്.